പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് മെയ് മാസം 10-ാം തീയതി. ഇനി കേവലം ഒരു മാസം മാത്രമേ 4ാം സെമസ്റ്റർ പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അതിനിർണായകമായ പരീക്ഷകളാണ് സെമസ്റ്റർ 4, 5, 6. അതുകൊണ്ട് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കിതും കൂടി കടന്നു പോകാവുന്ന കാര്യമേ ഉള്ളൂ. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസാണ്. പറഞ്ഞു വന്നത്, റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം എഴുതാവുന്ന ലാസ്റ്റ് ചാൻസാണ്. ഇനി ഈ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ മേഴ്സി ചാൻസ് അഥവാ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ട് വരും. അത് തന്നെ പലപ്പോഴും പല സമയത്താണ് ഈ പരീക്ഷകൾ വിളിക്കാറുള്ളത്. നിലവിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ വിളിച്ചിട്ടുള്ളത് 2016 വരെയാണ്. 17 വിളിക്കണം, 18 വിളിക്കണം, 19 വിളിക്കണം. അപ്പോഴേക്കും അത്യാവശ്യം സമയമാകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ 4ാം സെമസ്റ്റർ പരീക്ഷകൾ മൂഞ്ചാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജയിച്ചു പോകാം. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങിയ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ് എന്ന രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അത്യാവശ്യം പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം എടുക്കുന്ന എഫേർട്ടും ആ സ്ട്രെസ്സും എൻ്റെ ഒന്നും പഠിച്ച് കഴിഞ്ഞില്ല എന്നുള്ള വിഷമവും മറികടക്കാൻ സാധിക്കുമെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. പണ്ടൊക്കെ പല വിദ്യാർത്ഥികളും പറയാറുള്ളത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിട്ടില്ലല്ലോ എന്നാണ്. എന്നാൽ ഡേറ്റും വന്നു, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ടൈം ടേബിളും വന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന പരീക്ഷ സ്കെഡ്യൂളാണെങ്കിൽ അത്ര ഗ്യാപ്പും ഇല്ല. 10, 11, 12, 13, 16 അങ്ങനെ പോവുകയാണ് ബികോം BBA ഒക്കെ പരീക്ഷകളും. ബാക്കിയുള്ള പ്രോഗ്രാമുകളുടെയും പരീക്ഷകൾക്ക് അത്ര വ്യത്യാസമൊന്നുമില്ല. എല്ലാ പരീക്ഷകളും അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങൾ നേരത്തെ കൂട്ടി കുറച്ചധികം കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ജയിക്കാവുന്ന കാര്യം അത്ര വിദൂരമല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നാളെ നീളെ എന്നുള്ള ഒരു ഫിലോസഫി മാറ്റി ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.